എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബി.എഡ് TTC കോഴ്സുകളുടെ പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബി.എഡ് കോഴ്സുകൾക്ക് ചേരുന്നവർ ഇനി ദേശീയ തലത്തിലുള്ള അഭിരുചി പരീക്ഷ എഴുതേണ്ടതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക കോഴ്സുകൾക്ക് പരിഷ്കരിച്ചിട്ടുള്ള കരട് മാർഗരേഖയിലാണ് ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. 3 തരം ബി.എഡ് കോഴ്സുകൾക്കാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹയർ സെക്കൻഡറി പാസ്സായവർക്കായി 4 വർഷത്തെ ബി.എഡും ഡിഗ്രി കഴിഞ്ഞവർക്കായി 2 വർഷത്തെ ബി.എഡും PG പാസ്സായവർക്കായി 1 വർഷത്തെ ബി.എഡ് എന്നിങ്ങനെയാണ് കോഴ്സുകൾ. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഗുണനിലവാരമുള്ള അധ്യാപകരുടെ സേവനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ദേശീയ തലത്തിലുള്ള അഭിരുചി പരീക്ഷ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കായിരിക്കും ഇതിൻ്റെ ചുമതല. കേരളത്തിൽ നിലവിലുള്ള DLED അല്ലെങ്കിൽ TTC പോലുള്ള കോഴ്സുകൾക്ക് പുതിയ വിജ്ഞാപനം ഇനി മുതൽ ഉണ്ടാവുന്നതല്ല. പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനത്തെ ഇത്തരം കോഴ്സുകൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നതാണ്. മാതൃകാ പാഠ്യപദ്ധതി NCTE തയ്യാറാക്കി നൽകുന്നതാണ്. ഇതിൽ 30% ഉള്ളടക്കം പ്രാദേശിക സാഹചര്യം അനുസരിച്ച് മാറ്റം വരുത്തുന്നതായിരിക്കും. 4 വർഷ ബിരുദമായി സംയോജിപ്പിച്ച് BA-BEd കോഴ്സുകൾ നടത്തുന്നതാണ്. അതുപോലെ BSc B.Ed BCom B.Ed എന്നിങ്ങനെയാണ് കോഴ്സുകൾ. ഇതൊരു ഇരട്ട ഡിഗ്രി ആയിരിക്കും. 3 വർഷം നിശ്ചയിച്ച നമുക്ക് വിഷയത്തിലുള്ള പഠനവും അതോടൊപ്പം 4ാം വർഷം അധ്യാപക വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തിയാണ് ഈ കോഴ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. കലാകായിക വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് പുറമെ യോഗ്യതയ്ക്കും വേറെയും കോഴ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 3 വർഷ ബിരുദം നേടിയവർക്ക് 2 വർഷത്തെ ബി.എഡിന് ചേരാവുന്നതാണ്. ഇതിനായി ഫൗണ്ടേഷൻ, പ്രീപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നീ 4 വിദ്യാഭ്യാസ ഘട്ടങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. PG പാസ്സായവർക്ക് 1 വർഷത്തെ ബി.എഡ് കോഴ്സിന് ചേരാവുന്നതാണ്. മറ്റേതെങ്കിലും വിഷയങ്ങളിൽ 4 വർഷ ബിരുദം നേടിയവർക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് M.Ed കോഴ്സുകൾ പാർട്ട് ടൈം ആയിട്ടും പഠിക്കാം. 2 വർഷം ദൈർഘ്യമുള്ള M.Ed കോഴ്സുകൾക്ക് നിർദ്ദേശമുണ്ട്. ഇതനുസരിച്ച് പ്രവേശനത്തിനും ദേശീയതല അഭിരുചി പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. മറ്റേതെങ്കിലും വിഷയത്തിൽ PGക്ക് പഠിക്കുന്നവർക്ക് M.Ed പാർട്ട് ടൈം ആയിട്ട് പഠിക്കാനുള്ള കോഴ്സും സർവകലാശാല നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് അറിവിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.